നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. വധശിക്ഷ നടപ്പാക്കണമെന്ന കടുത്ത നിലപാടിലാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ്. ദിയാധനം സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കുടുംബമുള്ളത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, ഈ വിഷയത്തിൽ സമവായ ചർച്ചകൾ പല തലത്തിലായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കാന്തപുരത്തിന്റെ ഇടപെടലിലാണ് തൽക്കാലത്തേക്കെങ്കിലും വധശിക്ഷ മാറ്റിവെക്കാനൊരു തീരുമാനം. പക്ഷെ അതിൽ കുടുംബത്തിൽ പലരും തീർത്തും അതൃപ്തരാണ് എന്ന വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ സഹോദരൻ തന്നെ പങ്കുവച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും കേട്ടു. നിമിഷയുടെ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഏത് തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? അതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ശ്രീജ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നിമിഷപ്രിയയുടെ ദയാധനം അതിനെ ചൊല്ലിയുള്ള ക്രെഡിറ്റ് അല്ലെങ്കിൽ വധശിക്ഷ നീട്ടിവെച്ചതിനെ ചൊല്ലിയുള്ള ക്രെഡിറ്റ് തർക്കം വലിയ തോതിൽ യമനിൽ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംയമനം പാലിക്കുക, കൂടുതൽ ചർച്ചയിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്നു. എന്തായാലും ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ശ്രീജി സൂചിപ്പിച്ചതുപോലെ തലാലിന്റെ സഹോദരൻ മെഹദി ഇതിൽ ഒരു നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു തരത്തിലും ദയാധനം വാങ്ങി രക്തത്തെ വിൽക്കാൻ കഴിയില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ട് ഈ വധശിക്ഷ നടപ്പാക്കിയില്ല എന്നുള്ളത് അത് ദൗർഭാഗ്യകരമാണെന്ന് അദ്ദേഹം കുറിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബത്തിൽ ഒരു വിഭാഗം ഈ ദയാധനം സ്വീകരിച്ച് വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ഒരു സമവായത്തിലേക്ക് എത്തുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരവും യമനിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ചും സൂഫി പണ്ഡിതന്മാർ ഇടപെട്ടതുകൊണ്ട് തന്നെ അതാണ് അവരെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതും സ്വാധീനത്തിന് വഴങ്ങാൻ പ്രേരിപ്പിക്കുന്നതും. പക്ഷേ അപ്പോഴും ഈ സഹോദരൻ മെഹദിയുടെ നിലപാടാണ്, കർശന നിലപാടാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് അറിയേണ്ടത്. അദ്ദേഹം ഒരു സമ്മതം അറിയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയൊരു ആശ്വാസ വാർത്ത കേരളത്തിലേക്കും പാലക്കാട്ടേക്കുമൊക്കെ എത്തുമെന്നുള്ളതാണ്. വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ വിജയമായി നമ്മൾ കാണുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്നുള്ള ചർച്ചകളാണ് വലിയ തോതിൽ വിഷയമായത്, വിവാദമായത്. ഇനി ഈ സൂഫി പണ്ഡിതന്മാർക്കെതിരെയുള്ള ചില അപവാദ പ്രചാരണങ്ങൾ അതും യമനിലെ ഈ ചർച്ചകൾക്കിടയിൽ ഉയർന്നു വന്നു. അത്തരത്തിൽ ഉള്ള ചർച്ചകൾ പോലും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ സമവായ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും പരമാവധി ശ്രമം തുടരുകയാണ്. ഊർജിതമായിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2018 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷാവിധി അത് ശരിവെച്ചത് പരമോന്നത കോടതി 2024 ഇന്നലെയായിരുന്നു ആ വധശിക്ഷ നടപ്പാക്കേണ്ടത്. എന്താണെങ്കിലും വലിയൊരു ഇടപെടൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുണ്ടായി. അതേ തുടർന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വധശിക്ഷ നീട്ടിവെക്കുന്നത്. എപ്പോഴത്തേക്ക് വധശിക്ഷ നടപ്പാക്കണമെന്നുള്ളത് ആ ഉത്തരവിലില്ല. കുടുംബവുമായി ചർച്ച നടത്തുകയാണ്. ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകും വരെ വധശിക്ഷ നീട്ടിവെക്കണം എന്നുള്ളതായിരുന്നു ഹർജി. അപ്പോൾ അത് പ്രകാരം തന്നെ ഒരു തീരുമാനമാകുന്നതുവരെ അതിൽ ഒരു വ്യക്തതക്കുറവ് ഉണ്ട്. എന്തായാലും പ്രതീക്ഷയോടെ തുടരുകയാണ്, ചർച്ചകൾ തുടരുകയാണ്. അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം അനാവശ്യ പ്രചാരണങ്ങൾ, അനാവശ്യ ചർച്ചകൾ ഉയർത്തരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ മധ്യസ്ഥ ശ്രമം നടത്തുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശ്രീജ, ശരി. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.